ഷാരിഖ് നവാസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും തുടരുകയാണ്. ഷാരിഖ്, എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ഉൾപ്പെടെ ഇതുവരെ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പല ആളുകളുടെയും ശരീരാവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങളായാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ മരണപ്പെട്ട ആളുകളുടെ സംഖ്യയിലും ഒരു കൃത്യമായ കണക്കില്ല എന്നുള്ളത് കൂടിയുണ്ട് അല്ലേ? അസിത, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ നമ്മളോടൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 8 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതായത് മരിച്ചതിൽ 8 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനി DNA പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്ര പേര് മരിച്ചത് എന്നുൾപ്പെടെയുള്ള വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് 5 പേരുടെ, അതായത് കെ സി വേണുഗോപാൽ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റുമായി സംസാരിച്ചു, അതുപോലെ തന്നെ ഡോക്ടർമാരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ 5 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് എന്നാണ് കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ICUവിൽ 10 പേരാണ് ഈ ചികിത്സയിലുള്ളത്. അതീവ ഗുരുതര പരിക്കേറ്റ് ICUവിൽ 10 പേര് ചികിത്സയിൽ കഴിഞ്ഞു. അതിൽ 3 പേർ വെന്റിലേറ്ററിലാണ്. ഈ 2 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ 10 പേരുടെ നില അതീവ ഗുരുതരം തന്നെ, പരിക്കേറ്റയിൽ 10 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. എന്തായാലും പാലക്കാട്, എറണാകുളം, തൃശ്ശൂരിൽ നിന്നുള്ള മെഡിക്കൽ, അതായത് വിദഗ്ധ ആരോഗ്യ സംഘം ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വിദഗ്ധ ചികിത്സ ഈ പരിക്കേറ്റവർക്ക് നൽകുന്നുണ്ട്. തുടർച്ചയായി അത്തരത്തിൽ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിൽ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടായാലും എല്ലാവിധ ചികിത്സാ സഹായങ്ങളും നൽകും. മറ്റും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ മന്ത്രിമാരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ആരോഗ്യ സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പരിക്കേറ്റവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം 10 പേരാണ് ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കി 2 പേർ വെന്റിലേറ്ററിലും തുടരുന്നുണ്ട്. അത്തരത്തിൽ മറ്റു വിദഗ്ധ ആരോഗ്യ സംഘം കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും, ചികിത്സാ സൗകര്യങ്ങളും ഈ ആശുപത്രിയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി കൂടെ പ്രതികരണം നടത്തുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ വരും. കാരണം മരിച്ചവരുടെ എണ്ണത്തിൽ, അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത എന്തായാലും ആ സമയത്ത് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ആ ഭാഗത്തുണ്ടായത്. നാടിനെ നടുക്കിയ ഒന്നടങ്കം, ഈ കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടായി. അതിൽ 13 പേർ മരിച്ചു. ഇപ്പോൾ 10 പേരുടെ നില അതീവ ഗുരുതരം തന്നെയായി തുടരുന്നു. ഇതിൽ 2 പേർ വെന്റിലേറ്ററിൽ തുടരുന്നു. ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനമാണ് ഈ തൃശ്ശൂരിൽ നടന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച. ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചുറ്റും ഒട്ടേറെ ആളുകൾ, ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ പ്രവർത്തകർ അവരുടെ മാക്സിമം അവർ എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. അതിനായി അവർ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരോഗ്യ സംഘം തന്നെ, വലിയൊരു ആരോഗ്യ പ്രവർത്തകരുടെ സംഘം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം 3 ജില്ലകളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘം തന്നെ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അസിത, ശരി, 3 ജില്ലകളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘമാണ് അവിടെ ഇപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. എല്ലാ സഹായങ്ങളും, എല്ലാ അടിയന്തര മെഡിക്കൽ സഹായങ്ങളും സംവിധാനങ്ങളും അവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിനായാണ് ഈ മണിക്കൂറിൽ കാത്തിരിക്കുന്നത്. നിരവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അല്പം മുമ്പാണ് ആരോഗ്യമന്ത്രി അവിടേക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.